ബൈബിളിലും ഖുറാനിലും സർക്കാർ ഭഗവത്ഗീതയിൽ വെച്ചിട്ടുണ്ട് മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ശബരിമല അയ്യപ്പനും മറ്റു കാര്യങ്ങളും ഹാഷ്വയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണം അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം നിന്നില്ല. സാറിന് സംശയം ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ലേ വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റാന്ന് പറയത്തില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ. ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ മദ്യം നേരെ തിരിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദേശിക്കുന്ന കഞ്ചാവ് കേസ് പ്രതിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റ് ആണ്. ആരും ആക്രമണം നടത്താറില്ല. സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കാമെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത്. കഞ്ചാവിന്റെ ഇഞ്ച പറയുന്നതാണ് പ്രശ്നം. നീലച്ചടയൻ പ്രശ്നമില്ല. 300 ഗ്രാം കഞ്ചാവുമായി പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസിയാണ് പോലീസിനെ ഇങ്ങനെ ഒരു ഉപദേശിച്ച് തന്നെ ഞെട്ടിച്ചത്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇവിടെ ഹാഷിഷോയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്നാണ്. ഈ കഞ്ചാവിനെ കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള സ്റ്റെഫിൻ ദേവസിയ പോലീസിനെ അങ്ങ് ഉപദേശിക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ചും പതിവായി ഇയാൾ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട്. തനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിനെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു തരുമെന്നൊക്കെ ഈ സ്റ്റെഫിൻ ദേവസിയ പോലീസിനോട് പറയുന്നുണ്ട്. ഈ പതിവായി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന വ്യക്തിയാണോ? നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണോ സ്റ്റെഫിൻ? ഇയാൾ പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇയാൾക്ക് കഞ്ചാവ് വിപണനമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ആ പിടികൂടി എന്നൊക്കെയുള്ളത് സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും നടക്കുന്നതാണ്. ഇന്നലെ മാത്രം 12 കേസുകളാണ് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇത്തരം പ്രതികളെ പിടികൂടിയത്. അതിലൊരു പ്രതിയാണ് പോലീസിനെ ഇങ്ങനെ ഞെട്ടിച്ചത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരികയും തമാശ തോന്നുകയും ഒക്കെ ചെയ്യും. ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നാം. ഇങ്ങനെ പലതരത്തിലുള്ള തോന്നലുകൾ വരാം. പക്ഷേ സ്റ്റെഫിൻ ദേവസിയെ പോലെയുള്ള ചെറുപ്പക്കാർ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വീഴുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ കസ്റ്റമേഴ്സിനെ വീഴ്ത്തുന്നത് എന്നതുകൂടി സ്റ്റെഫിൻ ദേവസിയുടെ വാക്കുകളിലുണ്ട്. അതാണ് ഏറ്റവും ഗുരുതരമായി കാണേണ്ടത് എന്ന് തന്നെ തോന്നുകയാണ്. തീർച്ചയായും പോലീസിന് മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഈ പ്രതി വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. കഞ്ചാവിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ശബരിമല അയ്യപ്പന് കൊടുക്കാൻ പോലും ഇത് കൊണ്ടുപോകുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല ഈ എന്താ പറയുക, ഈ മറ്റ് ലഹരി പോലെയല്ല, മദ്യം ഉപയോഗിക്കുമ്പോഴാണ് ആളുകൾ അക്രമകാരികളാകുന്നത്. ഇത് ഉപയോഗിച്ചാൽ ആളുകൾ നിശബ്ദരാണ്. അങ്ങനെയൊക്കെയുള്ള പലതരം വാദങ്ങൾ. ഇതൊക്കെ കേവലം സ്റ്റെഫിൻ ദേവസിയുടെ വാക്കുകളിൽ മാത്രമുള്ളതല്ല. ഈ കഞ്ചാവും ഇത്തരം ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്നവർക്കിടയിൽ പ്രചാരമുള്ള കാര്യം തന്നെയാണ് എന്നതുകൂടിയാണ്. സൂചിപ്പിച്ചതുപോലെ മുൻപൊക്കെ ഒരു പോലീസിന് നേരെ നിന്ന് സംസാരിക്കാൻ ചെറുപ്പക്കാർക്ക് ഭയമായിരുന്നുവെങ്കിൽ ഒരു കഞ്ചാവ് കേസിലെ പ്രതി പിടിക്കപ്പെട്ടപ്പോൾ പോലീസിനോട് ഇതേക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ കഞ്ചാവിൻ്റെ ഗുണങ്ങളായി ഒരുപക്ഷെ ഈ സ്റ്റെഫിൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് തോന്നുന്നത്. ഈ കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് കിട്ടാതെ വരുമ്പോഴാണ് ചെറുപ്പക്കാർ വയലന്റ് ആകുന്നതെന്നും സ്റ്റെഫിൻ തുറന്നു പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ചില കേസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് വാങ്ങാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ മക്കളെക്കുറിച്ചുള്ള യുവാക്കളെക്കുറിച്ച് ഉള്ള പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ കഞ്ചാവിന് അടിമകളാകുന്നവർ ഇത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന വിഭ്രാന്തി, അതാണല്ലോ പലപ്പോഴും അക്രമ സംഭവങ്ങൾക്കൊക്കെ വഴിവെക്കുന്നതും. ശ്രീജിത്ത്,
തീർച്ചയായും സ്റ്റെഫിൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന അപ്പോഴാണ് ദേഷ്യം വരിക എന്ന് സ്റ്റെഫിൻ പറയുന്നത് സ്റ്റെഫിന്റെ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത് ഉപയോഗിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ഒരു മനുഷ്യനല്ലാതായി മാറുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ടോം അല്പസമയം മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ. അങ്ങനെ ഒരുപാട് കേസുകൾ ഓരോ ദിവസവും സ്വന്തം അമ്മയെ വരെ തിരിച്ചറിയാൻ കഴിയാത്ത ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമാ മേഖലയോ അല്ലെങ്കിൽ അത്തരം കലാമേഖലകളിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുമ്പോൾ പലർക്കും ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കൂ എന്നൊക്കെ നിർദ്ദേശിക്കും. കഴിഞ്ഞ ദിവസമാണ് സിനിമാ സെറ്റിലെ ഒരു മേക്കപ്പ് മാനെ, ഒരു പ്രമുഖ സിനിമകളുടെ മേക്കപ്പ് മാനെ ഇടുക്കിയിലേക്ക് പോകും വഴി പോലീസ് പിടികൂടിയത്. ഇങ്ങനെയെല്ലാമുള്ള സംഭവം, അതായത് കഞ്ചാവിനെ ന്യായീകരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് സ്റ്റെഫിനെ പോലെയുള്ള താഴേക്കിടയിലെ കച്ചവടക്കാരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയാൽ പോരാ. ഇതിൽ വല്ലാതെ ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന മനുഷ്യർ പോലും ഇത് ഉപയോഗിക്കുകയും പിന്നീട് കാണിക്കുന്ന പല വിക്രിയകളും അക്രമങ്ങളും ഒക്കെ നമ്മൾ പല ഘട്ടത്തിലും കേട്ടിട്ടുള്ളതാണ്. അതാണ് ഈ പുതിയ തലമുറയിലേക്കും ഇത്തരം ആശയങ്ങൾ കൂടി. കഞ്ചാവ് നല്ലതാണ്. ഇപ്പോൾ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ ഉപയോഗിക്കുന്നു ഹാഷിഷ് ഓയിൽ മരുന്നിന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതിന് പോലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തുണ്ടോ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ ഈ സിനിമയൊക്കെ കണ്ടുപോലും അടിപിടി ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്കിടയിലേക്കാണ് ഇത്തരം ഉപദേശങ്ങളുമായി ഇത്തരം ബിസിനസ്സുകാർ, ഇത്തരം കച്ചവടക്കാർ എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരൊക്കെ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതായത് തട്ടിപ്പുകാരുടെ കാരണം ഇതിന്റെ അപകട വശം കൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 2025 പിറന്ന ശേഷം തുടങ്ങിയ ശേഷം റിപ്പോർട്ട് ചെയ്ത പ്രത്യേകിച്ച് ആദ്യത്തെ 2 മാസം തന്നെ 70ഓളം കൊലക്കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും സ്വന്തം വീടുകളിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളുമാണ്. ഇതിൽ മദ്യവും ലഹരിയുമായിരുന്നു പ്രധാന വില്ലനായി വന്നത്. ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു യുവാവ് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത അത് ജനുവരി മാസം ആദ്യ ആഴ്ച തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയല്ലേ ഈ ഒരു കഞ്ചാവിൻ്റെയും ഇതുപോലുള്ള ലഹരിയുടെയും ഒക്കെ അടിമത്തത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്നു, അവർ വയലന്റ് ആകുന്നു, അക്രമികളാകുന്നു. ഇതിൻ്റെ വശങ്ങൾ കൂടി ഈ യുവാക്കൾ, ഈ ഇന്നത്തെ ചെറുപ്പക്കാർ അറിയേണ്ടതല്ലേ? തീർച്ചയായും യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലൊക്കെ മദ്യത്തിന് പണത്തിന് വേണ്ടിയൊക്കെയാണ് പലതരത്തിലുള്ള റാഗിങ്ങുകളും നടന്ന സംഭവം പോലും നമ്മൾ കണ്ടതാണ്. അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത്തരം ചെറുപ്പക്കാരെയൊക്കെ, അതായത് ഈ ലഹരിയുടെയൊക്കെ ഒരു ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് ഒരു ലഹരി ബോധന ക്ലാസ് ഒരു പുതിയ കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്താൽ ഒരു തവണയായിരിക്കും എടുക്കുക. പക്ഷേ നിരന്തരം ഇങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഏജന്റുമാരിൽ നിന്നും ഒക്കെ കേൾക്കുന്ന കുട്ടികൾ എവിടേക്ക് പോകും എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ലഹരിയിലേക്ക് വീണു പോകുന്നു എന്നതിന്റെ ചോദ്യം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. തീർച്ചയായും ഒരു നിരന്തരമായ ഇടപെടൽ പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ പല കേസുകളും വരുമ്പോൾ വലിയ റെയ്ഡുകൾ, ഇന്നലെ മാത്രം കോട്ടയത്ത് മാത്രം 12 കേസുകളാണ്. തലയോലപ്പറമ്പിലൊരു വിവാഹ സൽക്കാരത്തിന് പോലും കഞ്ചാവ് കൊണ്ടുവന്നു, അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന കഞ്ചാവ് പോലും പിടിക്കപ്പെടുന്ന സാഹചര്യം പോലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല പല രീതിയിലാണ് പാലത്തിന്റെ താഴെ കഞ്ചാവ് ചെടി വളർത്തുന്നു. അങ്ങനെ എത്രയോ വ്യാപകമായിരിക്കുന്നു സമൂഹത്തിൽ നമുക്കിടയിലൊക്കെ എന്നുള്ളതാണ്. അവിടെ ഒരുപക്ഷെ ഇതിന് ബോധവൽക്കരണം നടത്തേണ്ട സംവിധാനങ്ങൾ എടുക്കുന്ന പണിയുടെ 10,000 ഇരട്ടി പണി ഇതിന്റെ ബിസിനസ്സുകാരായിട്ടുള്ളവർ എടുക്കുന്നു എന്നതിന്റെ അത്രയും ശാസ്ത്രീയമായ ഒരു സാധാരണ കുട്ടി ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഇത് കിട്ടുന്നില്ലേ, ശബരിമല അയ്യപ്പന് കൊണ്ടുപോകുന്നില്ലേ, ഈ മദ്യവും മറ്റ് ഈ എന്താ പറയുക വ്യഭിചാരം പോലുള്ള കാര്യങ്ങളാണ് മതത്തിൽ എതിർത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഫലത്തിൽ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ. അങ്ങനെ ഒരു 100,000 ടൂളുകളുണ്ട് ഇത്തരം വിൽപ്പനക്കാരുടെ കയ്യിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും തമാശയാക്കേണ്ട ഒരു വീഡിയോ അല്ല. എത്രയോ ഒരുപക്ഷെ ഈ സ്റ്റെഫിൻ ദേവസ്യ അത്രയും ആത്മാർത്ഥമായി വിശ്വസിച്ച് തന്നെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ അത്രയും ആത്മാർത്ഥമായി പോലീസിനോടല്ലേ പറയുന്നത്, അല്ല സാധാരണ കുട്ടികളോടല്ല, പോലീസിനോടും ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അത്രയും ആത്മാർത്ഥമായി അത് വിശ്വസിക്കുന്നത് കൊണ്ടാകാം. അപ്പോൾ എത്രത്തോളം ആഴത്തിലാണ് നമ്മുടെ
ഇത്തരം പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ലഹരിയിൽ പെടുന്ന മനുഷ്യരുടെ ചിന്ത എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് സ്റ്റെഫിന്റെ. തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി മതവിശ്വാസങ്ങളെ, ദൈവവിശ്വാസങ്ങളെ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ പോലും കൂട്ടുപിടിക്കുന്നു. കാരണം മതങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്നില്ലല്ലോ, ലഹരിക്കെതിരായ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ. ഖുറാനിലും ബൈബിളിലുമൊക്കെ വ്യഭിചാരത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലഹരിയെക്കുറിച്ച് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കുട്ടികളെ പോലും അത് സ്വാധീനിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അപകടവശം കൂടി നമ്മുടെ പുതിയ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ ഒരു 12 വയസ്സുകാരനാണ് ലഹരിക്ക് അടിമയായ ഒരു 13 വയസ്സുകാരൻ 10 വയസ്സുള്ള തൻ്റെ ഇളയ സഹോദരിക്ക് ലഹരി നൽകുന്ന അവസ്ഥ. ഇപ്പോൾ രണ്ടുപേരും ലഹരി വിമുക്തി കേന്ദ്രത്തിലാണ്, ചികിത്സയിലാണ്, അതിൽ നിന്നും മുക്തരായിട്ടില്ല. മാത്രമല്ല ഇന്നലെ ശ്രീജിത്ത് തന്നെ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഒരു 10ാം ക്ലാസ്സുകാരനാണ് കഞ്ചാവുമായി കോട്ടയം പൂഞ്ഞാറിൽ പിടിയിലാകുന്നത്. ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സൈലന്റ് ആണെന്ന് പറയുമ്പോഴും, ഇത് ഉപയോഗിക്കുന്നവർ സൈലന്റ് ആണെന്ന് പറയുമ്പോഴും കൊച്ചിയിൽ ദമ്പതികളെ ആക്രമിച്ചത് കഞ്ചാവ് കേസിലെ പ്രതികളായിരുന്നു, ലഹരിക്ക് അടിമകളായിട്ടായിരുന്നു ഉള്ളവരായിരുന്നു. ഇതുപോലുള്ള പല അക്രമ സംഭവങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരിയാണ് അവിടെ പ്രധാനപ്പെട്ട വില്ലനാകുന്നത്. ലഹരി സംഘങ്ങളും അക്രമികളും ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അവരുടെ ഈ ക്രമസമാധാന ചുമതല അവർ മുന്നോട്ട് പോകുമ്പോൾ പോലും ആക്രമണം നേരിടുന്ന, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്.